ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്. ജോസേ 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നുവെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറിയും കൂടെ വാങ്ങിക്കല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. വണ്ടി വർഷാപ്പില്ല. താൻ വണ്ടി എടുക്കണ്ട, എന്റെ ഇഷ്ടാ. ജോസേ ഞാനിപ്പോ വരാട്ടോ. സാർ ദാ 20, 22, 23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി. എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് 100 രൂപ കുറവാ. എണ്ണി തന്നെ ഞാൻ തന്ന്. കുറവ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ? ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില തീരുമാനിക്കണം. ഈ കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതോടെ വെച്ചോ. അല്ല ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞ. അത് തന്നെ ഞാനും പറയണേ. ആവൂ, എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ. ശരിക്കും അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പടാ. സമ്മതിക്കണം ചങ്ങായി. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2-3 മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനെയും വേണ? ഉപ്പോ? ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ട് നാരങ്ങ ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ? ഓഹോ, നേരത്തെ ചോദിച്ചല്ലോ. ചോദിക്കണായിരിക്കും. വേണ്ടി വരും. അപ്പൊ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളം എന്നാ അറിയാം നിനക്ക്. കന്നാലി ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ വേണ്ട ജേഷ്ണ, താനൊന്നും മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണും കേൾക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണമെങ്കിൽ ദാ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നെയും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങളും നമുക്ക് വേണ്ട. നീ ഞാൻ കുടിച്ചോ? ഐസുള്ള നാരങ്ങളും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണമല്ലോ. വാടാ പോവാ. എങ്ങട്ടാ ഇത്? നിങ്ങൾ വരുന്ന ഞാനല്ലേ വിളിക്കണേ. വിട്ടോ. നീയാ വന്നേ. ഓട്ടോ നിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് ഓരോ ഫ്രഷ് ലൈം അടിച്ചിട്ടിങ് ഇറങ്ങാം. പോരാട്ടോ. വാ. അതെ, കയ്യെന്ന് വിടറാ. വാ. ഹലോ. ആരുമില്ല. ഭാഗ്യായി, അറിയണവരാരുമില്ല. നമ്മുടെ സ്ഥലക്കാര് ചില ചെക്കന്മാര് ഇടയ്ക്ക് ഇവിടൊക്കെ ഒന്ന് കയറാറുണ്ടേ. ചിലവനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരാരും കണ്ടാലിപ്പോ എന്താ? കണ്ടാ തീർന്നില്ലേ? പോയില്ലേ മാനം? എങ്ങനെ ഈ മാനം പോണേ? താനിത് എന്തിട്ട് വർത്താനേ പറയണേ? ഓരോ ഫ്രഷ് ലൈം കുടിച്ചാ മാനം പോവോ? അതെ, ഐസ് ഉണ്ടോ? എന്തിനാണോ മണ്ട തണുപ്പിക്കാനാ? ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2 ഫ്രഷ് ലൈം ഐസ് ഇട്ട്, സോഡ ഒഴിക്കാതെ 2, പഞ്ചസാര ഇടണ്ട, ഉപ്പ്. ഓരോ നാരങ്ങ വീതം പിഴിഞ്ഞോളൂ. നമുക്കൊന്ന് സൂഹിക്കണ്ടോ?
സൂയിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ സൂയിക്ക. ആ, അത് താൻ പറഞ്ഞ നേരാടോ. സുഖിക്കാന്ന് പറഞ്ഞാ പിന്നങ്ങ് സുഖാവണം അല്ലേ? ആ, നമുക്ക് ഒരു ബീറ കാച്ചിയാലോ? ഈ ഉഷ്ണത്ത് നേര് പറഞ്ഞാ കഴിക്കേണ്ടത് ഒരു ബീറ. അത് നേരെ തന്നെ. പക്ഷേ ഇപ്പോ ഇവിടെ ഹാ. അല്ല ഡേവിഡേട്ടാ, കിങ് ഫിഷർ ഉണ്ടാ ചിൽഡ്? ഉണ്ടല്ലോ. 2 ബിയറ്. ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. തുടങ്ങിക്കാട്ടെ. ആ, യെസ്. അല്ല ജയകൃഷ്ണ, അപ്പോ താൻ കഴിക്കുമല്ലേ? ഏയ്, വല്ലപ്പോഴും ഇതുപോലെ. ഏ? എന്താ? താൻ പിന്നെ ലാൻഡ് ചെയ്തോ? ഏ, ഇതാ. ഇത് ദാ, ഇത് നമ്മുടെ ജേക്കബ്. ഹലോ. ഇത് നമ്മുടെ ഉണ്ണിമാഷ്. ആ. ഇത് നമ്മുടെ ബാബു. ഇത് ഈനാശോ. ഒരു 5-6 ബിയറിങ് എടുക്കടോ ശബി. നോക്കിക്കാണ്ടേ. നീ കഴിക്കേ? കഴിക്കടാ. കുറഞ്ഞുവിട്ടാ. ആ, എന്തൊക്കെയുണ്ട്? എന്താവാൻ, ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. ദേ, ഇങ്ങ വന്നേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്താ സഞ്ചിയാ? അതില് ഇതെന്താ പടവിലേ? ചീര. ഇത് പിന്നെ ആട്ടിന്റെ തലയുണ്ട്. അവരിപ്പോ കാണിച്ചത് കഷ്ടപ്പെട്ട് വാങ്ങിയത്. കാര്യം കാണിക്കാൻ പറ്റാത്ത അവിടെ ഇരിക്കട്ടെ. ദാ, ഇത് ബാബു. ഇവന്റെ 3 ബസ്സുകള് നമ്മുടെ ആ റൂട്ടിൽ ഓടുന്നുണ്ട്. ദേവമാതാ. ആ, അതിന്റെ ഓണറാവൻ. മൊത്തം 17 വണ്ടിയുണ്ട് ചങ്കുന്റെ ഫാമിലി വകയായിട്ട്. ദാ ബാബു, ഇത് ഋഷി. ഇവിടെ ഇലക്ട്രിക്കൽ ബിസിനസ്സാ. ഇലക്ട്രിക്കൽ ബിസിനസ്സോ? അതെന്തോട്ട് ബിസിനസ്സാ? എവിടെ? ഇവിടെ അങ്ങാടിയില് ദേവി ഇലക്ട്രിക്കൽസ്. ദേവി ഇലക്ട്രിക്കൽസോ? ദേവിക്ക് ഇലക്ട്രിസിറ്റിയോ? അതെ, നമ്മടെ കുട്ടിയാ. നമ്മടെ വീട്ടിന്റെ അടുത്തുള്ള. നീയെ വിട്ടേ അവനെ. ആ, വിട്ടു. എങ്കിയപ്പ എന്നതിനുള്ള നേരങ്ങളെ അവനെ അങ്ങോട്ട് പൂശ. ആ, കഴിഞ്ഞ നാളെ താൻ എങ്ങനെയാ മുങ്ങിയേ? അത് പറഞ്ഞ അത് തന്നെ ഉണ്ട് ഒരു കഥ. ഏ, She's a rich girl, she don't try to hide it. Diamonds on the sole of her shoes. He's a poor boy, empty as a pocket, empty as a pocket with nothing to lose. Sing ta-na-na, ta-na-na, she got diamonds on the sole of her shoes. Ta-na-na, ta-na-na, she got diamonds on the sole of her shoes. Diamonds on the sole of her shoes. Diamonds on the sole of the shoe. Diamonds on the sole of the shoe. Diamonds on the sole of the shoe. ജേഷ, ജേഷ, നമ്മള് ആ നാരങ്ങ കുടിച്ചിട്ടില്ല. അതിന് ബില്ല് പേ ചെയ്യാൻ പാടില്ല.
പറ്റില്ല. ഇരിയടോ ഇവിടെ. കുടിച്ചിട്ടില്ല. അപ്പൊ തങ്ങളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴും തങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ്? പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഇന്നിവന്റെ ആ ഒരു കെട്ടിമാറാപ്പങ്ങ അവസാനിപ്പിച്ചു കൊടുത്തൂടെ? പിന്നെന്താ, ഏ? ഞാൻ ഇപ്പൊ തന്നെ അതിനായിട്ട് പോവായി. എത്തിച്ചാ മതി. പോരാം. നമ്മുടെ കയ്യിലൊരു ഓട്ടം ഉണ്ടായിരുന്നേ. എവിടെട്ടാ വരാട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഒരു ഓട്ടോറിക്ഷ. മറ്റേതിന്റെ കൊട്ടല വിളി പോവേ. എന്തായാലും തൊയിരം തരില്ലല്ലോ ഷാബി. എന്തൊട്ട് വാള ചങ്ങായി ഇത്. മതീന്ന് മതി. നമ്മളാ നാരങ്ങാളത്തിന്റെ കാശ് കൊടുത്തില്ല. നീ നിർത്തി പട്ടിച്ച് അതെ, ആ കൗണ്ടറിരിക്കണ ചെക്കൻ നമ്മുടെ നാട്ടുകാരനാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊട്ട് ഹോട്ടലാണ് എന്നാലേ ഈ ഫ്ലോറ് മുഴുവൻ ഇപ്പൊ നമ്മളെ അറിയോ. എല്ലാ മുറിയും മൊത്തമായിട്ട് പിടിച്ചേക്ക. ഇപ്പൊ പ്രശ്നം ഉണ്ടായാലും ഈ ഹോട്ടലാ ഞാൻ വിലക്ക് വാങ്ങിക്കും. കാണണോ? കാണാനൊക്കെ വായ നീ വാടാ. നീ മിണ്ടാതെ വാടാ. ഇത് പിടിച്ചേ. സംഗതിയുണ്ട്. നീ ഒരു മോഹം പറഞ്ഞിരുന്നില്ലേ? കേടാ നീ. അറിയില്ലേ റേസിയ ജോസ്? നമ്മടെ നാട്ടുകാരി കുട്ടി തന്നെ. എന്താ അയലോക്കക്കാരനായിട്ട് പരിചയമില്ലെന്ന് പറയാൻ തുടങ്ങിയ? അതെ, പരിചയമുണ്ട്. നിങ്ങൾ തമ്മില് ശത്രുതയൊന്നുമില്ലല്ലോ. യു വിൽ ബി ഹാപ്പി. എന്താ പുറപ്പെടുകയല്ലേ? തോന്നി നിന്ന നാളെയും കളി നീളും. നിക്കണ്ട,
ഞങ്ങളിവിടെ ഉണ്ടാവല്ലോ. മാഷ് പൊയ്ക്കോണം. നമ്മടെ കുട്ടിയാ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ആ അതാട്ടോ. ആ ആഹാ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടിക്കൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നോ? ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ. കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? ഓ, പുള്ളിക്ക് എല്ലാം കളിയാ. ആ മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാനിവിടെ ഇറങ്ങായി. ആ അല്ല തങ്ങളെ മറ്റേത് പറഞ്ഞ നേരാണോ? ജയകൃഷ്ണന്റെ കാര്യം മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാ. എന്തിനാ ഞാൻ ആ മനുഷ്യനെ പറ്റി നുണ പറയണേ? അല്ല, അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞത് എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. മനസ്സിലായി. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതിയില്ല. കൊള്ളാം. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗണല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്നാ? തമ്പുരാൻ പിശുക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും. അതെങ്ങനെയാ? അതങ്ങനെ. മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. ഒറ്റ ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും അവരോട് ചോദിക്കുന്ന കാശ് മൂപ്പര് തന്നെ വന്ന് നേരിട്ട് എണ്ണി കൊടുക്കും. അവരൊറ്റയ്ക്കുള്ള രഹസ്യ വരവാ. അപ്പോ ആരെയും കാണാതെ തിരിച്ചു പോയി കളയും. അങ്ങോരുടെ കൈ നമ്മുടെ കാശ് കിടക്കുന്നതിന് ബാങ്കിൽ കിടക്കുന്നേക്കാൾ ഉറപ്പാ. അതുകൊണ്ട് എന്താ, ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലുകള്, മുന്തിയ ബാറുകള്, ടാക്സികള്, ബ്രോക്കർമാര് എല്ലാം പുള്ളിക്ക് എപ്പോഴും ഫ്രീയാ. ഇങ്ങനെ ചെന്നാൽ മാത്രം മതി. നാട്ടിൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ കേട്ടവരെ തല്ലും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോണേ? ഇതന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു എന്നുള്ള മൂപ്പർ എന്നോട് പറഞ്ഞതുകൊണ്ടാ.